എന്നെ വിളിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമാണ്, ദുബായിൽ ഭയങ്കര വിലയല്ലേ പ്രോപ്പർട്ടികൾക്കൊക്കെ. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുബായിൽ അപ്പാർട്ട്മെൻറ്റുകൾക്ക് 2 കോടി രൂപ അല്ലെങ്കിൽ 3 കോടി രൂപയ്ക്ക് നല്ല ലൊക്കേഷനിൽ നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ പറ്റും. അവർ പറയോ ഇപ്പോൾ പ്രൈസൊക്കെ ഭയങ്കര കൂടുതൽ, ദുബായിൽ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര പീക്കിലാണെന്നൊക്കെ പറയും. അപ്പോൾ ഞാനൊറ്റ ചോദ്യം ചോദിക്കാറുള്ളൂ, ഇപ്പോൾ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിനടുത്ത് വാങ്ങണം അല്ലെങ്കിൽ പനമ്പള്ളി നഗർ വാങ്ങണമെങ്കിൽ നമ്മൾ 4 കോടി രൂപ 5 കോടി രൂപ കൊടുക്കേണ്ട ലൊക്കേഷൻസ് എനിക്കറിയാം. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദുബായിൽ 2-3 കോടി രൂപ കൊടുത്ത അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്നത് കൂടുതലാണോ കുറവാണോ എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിനുള്ള ആൻസർ അപ്പോൾ അവർക്കുണ്ടാവില്ല. കൊച്ചിയാണോ നല്ലത് ദുബായ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയാണെന്ന് പറയുന്ന ആൾക്കാർ എനിക്കൊന്നും പറയാനില്ല. അപ്പം ഇതെന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റാണ്. ഇവിടെ നമുക്ക് 2-3 കോടി രൂപ അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ പറ്റിയാൽ, അത് നല്ലൊരു ഡെവലപ്പറിൻ്റെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ പറ്റി, അത് ലൈഫ് ടൈം അസറ്റാണ്. നമുക്ക് അതിൽ നിന്ന് മിനിമം ഒരു 5-10% റിട്ടേൺസ് എടുക്കാൻ പറ്റും. നോക്കി വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നാട്ടിൽ അതിലും വില കൊടുത്ത് വാങ്ങിയാലും നമുക്ക് കിട്ടുന്നത് 1% താഴെയാണ് റിട്ടേൺസ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുബായ് ഫോളോ ചെയ്യുന്നത് സിംഗപ്പൂർ മോഡലാണ്. സിംഗപ്പൂർ 30 വർഷം കൊണ്ട് ഡെവലപ്പ് ആയത് ജസ്റ്റ് ഹിസ്റ്ററി നോക്കിയാൽ മതി. അതേ പാറ്റേൺ ആണ് ദുബായ് ഫോളോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഗ്രോയിങ് ഫേസ് ആണ്. കൊച്ചിയിലേക്കാട്ടും വില കുറവാണ്. ഇത് നാളെ കൊച്ചിയിലെ 10 ഇരട്ടി വില ആവുന്നൊരു സാഹചര്യം വരും. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല വാങ്ങാൻ. പ്രോപ്പർട്ടി പ്രൈസ് ഡ്രോപ്പ് ആവുന്ന ഒരേ ഒരു റീസണേ ഉള്ളൂ. ഒരു സ്ഥലത്ത് ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ബിൽഡിങ്ങും അവിടെ വളരെ കുറച്ച് ആളുകൾ താമസിക്കാനുള്ളപ്പോഴാണ് പ്രൈസുകൾ കുറയുന്നത്. ഓരോ വർഷം ഇത്ര ആളുകൾ ദുബായിലേക്ക് വരുന്നുണ്ട്. 2030 ആകുമ്പോൾ ഏകദേശം 6 മില്യൺ ആളുകൾ ദുബായിൽ എത്തുമെന്നാണ് ഒരു പ്രഡിക്ഷൻ. അപ്പോൾ ആ ഒരു പ്രഡിക്ഷൻ ഫോളോ ചെയ്ത് പോകുന്നതനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും അതിനനുസരിച്ചുള്ള സിറ്റി പ്ലാനിങ്ങുമാണ് ദുബായ് ഗവൺമെൻറ് നടത്തുന്നത്. അപ്പോൾ പ്രൈസ് കൂടുതലല്ലേ എന്ന് ചോദിച്ചാൽ കൂടുതലാണ്, പക്ഷേ കമ്പയർഡ് ടു കൊച്ചി ഇപ്പോഴും കുറവാണ്. വേണമെങ്കിൽ വാങ്ങിക്കാം, വാങ്ങിച്ച ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും.